പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ കേരളം കുറ്റകരമായ മൗനത്തിലാണ്. ഈ മൗനത്തിന് ഭാവിയിൽ എത്രമാത്രം നമ്മൾ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എൻ്റെ ഈ പുസ്തകം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരം കിട്ടിയ ഒരാൾ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പോവും, ഗവർണർ പറയാൻ പാടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ he mislead the people on this particular emergency period. Unfortunate. I like him, our chief minister. People have given him mandate. But on 17th, I think it was an election speech. Later also it is continuing. I would like to say that from my book, actually, there was I don't know what happened actually. In my 2017 Madhurabhumi published book, Irutinte Nilaviligal, there was 7 political leaders' views of Kerala and Central also. I added it, those speeches or those articles or their interviews in my book. That book's third edition also, T. Padmanabhan sir 2 days back released from Kannur. 2 ദിവസം ഒരു 4-5 ദിവസം മുമ്പ് ടി പത്മ, അദ്ദേഹം പോലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നെ ഏറ്റവും കൂടുതൽ എഴുത്തിൻ്റെ മേഖല ബ്ലസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 2 സാറ് പറഞ്ഞ പുസ്തകം കഥാസമാഹാരം എൻ്റെ റിലീസ് ചെയ്തപ്പോൾ അത് ആർക്കും ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഥയെ പറ്റി അവനവൻ വേണേൽ എഴുതണം, മറ്റൊരാൾ എഴുതിയിട്ടല്ല വളരേണ്ടത് എന്നുള്ള പത്മനാഭൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഓർക്കുന്നു. പക്ഷെ അദ്ദേഹം ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് എഴുതി തന്നു. ഫാൻറ്റസി കഥകൾ നഷ്ടമാകുന്ന കേരളത്തിൽ എൻ്റെ അപവാദമാണ്, എൻ്റെ മനസ്സിനെ പോലും തരളിതനാക്കുന്നതാണ് ഈ കഥകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ കൂടുതലൊരു അംഗീകാരം എന്താ കിട്ടേണ്ടതായിട്ടുള്ളത്? ആ പത്മനാഭൻ സാറ് പോലും മിനിങ്ങാന്ന് പറഞ്ഞത്, അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അത് ഞാൻ പറഞ്ഞ ഭാഗികമായി ശരിയാണ്. ഈ അടിയന്തരാവസ്ഥ നടന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ ആര് ഇതിനെതിരായി പ്രതികരിച്ചു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ചാനലുകാരെല്ലാം ഒപ്പിയെടുത്ത് 1 മണിക്കൂർ ലൈവായിട്ട് കൊടുത്തു. അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ ഈ പുസ്തകം ഒരുപക്ഷെ എൻ്റെ നായരുടെ അതൊരു നല്ല പബ്ലിഷ് മേഖലയിൽ ഒരു കുലപതിയാണ്. അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യമല്ല. റീഡിഫിൽ 10 പേജ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ, അദ്ദേഹം ട്രൗസർ ഒരു അണ്ടർവെയർ മാത്രം ഇട്ട് നിൽക്കുന്ന, അത് ഫോട്ടോ എല്ലാം തോന്നുന്നില്ലേ? ഫോട്ടോ ആരും എടുത്തിട്ടുണ്ടാവുന്ന സാധ്യതയില്ല. അപ്പോൾ റീഡിഫിലൂടെ ഇത് വന്നപ്പോൾ ലോകം മുഴുവൻ എത്തി. എൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി മാറിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം ഉൾപ്പെടെ സമ്മതിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ആ പുസ്തകം എഴുതുന്നതിനോട് ജസ്റ്റിസ് ഷുഡ് ബി ഡൺ. അതിൽ ആ പുസ്തകം ഇന്നലെ മാതൃഭൂമി പുതിയ എഡിഷൻ ഇറക്കി കുറേ കൂടെ ആഡ് ചെയ്തിട്ട് അതിലും അദ്ദേഹം പറഞ്ഞ 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അധ്യക്ഷൻ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഇതിനെ നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുമ്പം മോഹൻജി നമ്മുടെ എല്ലാം മനസ്സിലേക്കാണ് തറച്ചു വീഴുന്നത്. ഇതൊക്കെ മറക്കുന്നവരാണ്. മറവി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയായാൽ നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. റീഡിഫിൽ വന്ന 10 പേജുകൾ വായിച്ചപ്പം ഒരു വലിയ ശ്രീധരൻപിള്ളയുടെ പുസ്തകം വേണ്ടി വന്നു. പിണറായി വിജയൻ്റെ അക്കാലത്തെ ജയിലിൽ കിടന്നപ്പോൾ അനുഭവത്തെപ്പറ്റി എഴുതാൻ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമത്തെ ആ പുസ്തകത്തിൽ ഒന്നാമതായി കൊടുത്ത അനുബന്ധം അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗമാണ്.